പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. താൻ വിഷകന്യകയാണ് എന്ന രീതിയിലൊക്കെ വിക്രം തന്നെ ചിത്രീകരിക്കുന്നത് കേട്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കായിരിക്കും വേദ. ഇത്ര കാലം താൻ വിക്രത്തിനും വിക്രത്തിന്റെ വീട്ടുകാർക്കും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ട് പോലും വിക്രം ഇതുവരെ തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ഭയങ്കര സങ്കടമായിരിക്കും. വേദ ഏതായാലും രണ്ടും കൽപ്പിച്ച് നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ടെന്ന് മാത്രമല്ല യാതൊരു കാരണവുമില്ലാതെ വിക്രത്തിനോട് വഴക്കുണ്ടാക്കുകയാണ്. വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷകന്യകയായിട്ട് വന്നതൊന്നുമല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇനി അതിനെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയട്ടെ വേദ. എന്നാൽ വിക്രത്തിന്റെ മനസ്സിലാണെങ്കിലോ നാരായണ സ്വാമി പറഞ്ഞത് അതുപോലെ ഇങ്ങനെ അച്ചിട്ടതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിക്രത്തിന്റെ മനസ്സ് മാറ്റാനൊന്നും വിക്രം ഉദ്ദേശിക്കുന്നുമില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്ന സമയത്ത് തന്നെ വേദ ഒന്നും അറിയാത്തതുപോലെ വിക്രത്തിനോട് പോയി ചോദിക്കുന്നുണ്ട്, അതെ നമുക്കൊരു സിനിമ പോയി കണ്ടാലോ, തുടരും സിനിമ പോയി കണ്ടാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ അത് തുടരും സിനിമയാണല്ലോ എന്ന കാര്യം നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രം പറയുന്നില്ല, അതെ നീ ഇനി ഇത് തുടർന്നാലുണ്ടല്ലോ നിന്റെ ചെകിട ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം വേദയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യോങ്ങും. വിക്രത്തിന്റെ ദേഷ്യം കാണുന്ന സമയത്തിന് വേദ വിക്രമിനോട് പറഞ്ഞിട്ട്, വിക്രം നിങ്ങളുടെ ആ ഒരു ഗാംഭീര്യം, നിങ്ങളുടെ ഈ ഒരു ശരീരമെല്ലാം കാണുന്ന സമയത്തിന് എനിക്ക് നിങ്ങളോട് കട്ട പ്രണയമാണ് തോന്നുന്നത് എന്നൊക്കെ പറയായിരിക്കും. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദിനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്ന രമ്യ എന്ന് പറയുന്ന കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. രമ്യ ഇവരോട് വന്നൊരു സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. രമ്യ വന്നതിന് ശേഷം വളരെയധികം സൗഹാർദ്ദ രീതിയിൽ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും വിക്രമിനോടും വേദയോടും സംസാരിക്കുന്നത്. എന്നാൽ രമ്യയെ തൊട്ടടുത്ത വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് തന്നെ വിക്രത്തിനെ ഒരു പെണ്ണ് കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വിനായകനും അതുപോലെ ശ്രീകാന്തിന്റെ അമ്മായിച്ചനും കൂടി ചേർന്നിക്കൊണ്ടുള്ള പ്ലാനാണ് എന്ന കാര്യമൊന്നും വിക്രത്തിനും വേദക്കും മാത്രം അറിയുന്നില്ല. രമ്യയാണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രത്തിനെ തന്റെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു ചോറ്റുപാത്രത്തിൽ കുറച്ചധികം പലഹാരങ്ങളുമായിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ വിക്രത്തിനെ തന്റെ വരുതിയിലാക്കണം, അങ്ങനെ വിക്രത്തിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ രമ്യയുടെ വരവ്. രമ്യ വന്നതിന് ശേഷം വേദ വളരെ സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും രമ്യയോട് സംസാരിക്കുന്നത്. രമ്യ പറഞ്ഞിട്ട്, അതെ ഞങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകും. യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പേരിടാൻ പോകുന്നത് വിഷകന്യക 2.2 എന്നാണ്. അതിൽ ഫസ്റ്റത്തെ റീലിന്റെ പേര് തന്നെ ഞങ്ങൾ ഇടാൻ പോകുന്നത് ഇടിവെട്ടി മൂടിവെട്ടി എന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ചിരിക്കാട്ടെ. വേദയുടെ സംസാരം എല്ലാം കേൾക്കുന്നതോടു കൂടി തന്നെ രമ്യ വീണ്ടും വിക്രത്തിനോടും വേദയോടും കൂടുതൽ ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രമ്യ തൊട്ടടുത്ത വീട്ടിലാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഇവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസമാവുന്ന സമയത്തിന് വിക്രമും ശ്രീജയും സംസാരിക്കുന്ന സമയത്തിന് രമ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രത്തിനോട് കുറച്ചും കൂടെ കൂടുതൽ അടുത്ത് സംസാരിക്കുന്നു, ഇടപഴകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഹായ് വിക്രം എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ രമ്യ ഷെയ്ക്കാന് കൊടുക്കാൻ നോക്കുന്ന സമയത്തിന് വിക്രം നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് രമ്യ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കും. ഏതായാലും രമ്യ തന്റെ ജീവിതം തന്നെ തുലക്കാൻ വന്ന വിഷകന്യകയാണ് എന്ന കാര്യമൊന്നും വിക്രത്തിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ വേദ കമലാമ്മയുടെ കൂടെ കിച്ചണിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദയുടെ കയ്യിൽ നിന്ന് ഒരു മോരിന്റെ ബൗൾ അങ്ങ് താഴേക്ക് വീണ് പൊട്ടുന്നത്. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് കമലാമ്മക്ക് അങ്ങ് വല്ലാതാവും. ആ സമയത്തിന് വേദ അത് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്തിന് കമലാമ്മ പറയുന്നുണ്ട്, മോളെ സന്ധ്യാസമയം വിളക്ക് വെച്ചതിന് ശേഷം കയ്യിൽ നിന്ന് മോരോ വീണോ താഴേക്ക് വീണ അത് അപശകുനമാണല്ലോ, ഇനിയിപ്പോൾ എന്തോ ദുരന്തം വരാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര സങ്കടാവാണ്. അന്നേരം വേദ പറയുന്നത്, അയ്യോ അമ്മേ സോറി, അറിയാതെ കൈ തട്ടിയിട്ട് താഴേക്ക് വീണതാണ്, ഞാൻ വൃത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കട്ടെ വേദ. അന്നേരം കമലാമ്മ പറയുന്നുണ്ട്, വേണ്ട മോളെ ഏതായാലും എന്തോ ഒരു ദുരന്തം നമുക്ക് വരാനിരിക്കുന്നു, മോള് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കമലമ്മ തന്നെയായിരിക്കും അതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. കമലമ്മയുടെ മനസ്സിലൊരു ആദ്യമായിരിക്കും ഈ വീട് അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര സങ്കടമാണ്. ഇതേ സമയത്ത് സന്ധ്യാസമയത്ത് തന്നെ ആയിരിക്കും വിക്രം തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി വരുന്നത്. എന്നാൽ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ രമ്യയുടെ വീടുണ്ടല്ലോ, രമ്യയുടെ വീടിന്റെ അവിടെ വിക്രത്തിനെ കാത്തിട്ട് 2 പേരുണ്ടാവും. അവരിങ്ങനെ ഒരു ബലൂണിലൊക്കെ മദ്യമാക്കിക്കൊണ്ട് തന്നെ വിക്രം വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. വിക്രം അതിലൂടെ പാസ് ചെയ്യുന്നതോടു കൂടി തന്നെ മദ്യം നേരെ വിക്രത്തിന്റെ മേലേക്ക് അങ്ങ് തെറിപ്പിക്കും. എന്നാൽ വിക്രം തന്നെ ശ്രദ്ധിക്കണ്ടേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ 2 പേരും ആ ഒരു ബലൂൺ എടുത്തിട്ട് വിക്രത്തിന്റെ മേലേക്ക് അങ്ങ് എറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, എടാ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടാൻ നോക്കും. ആ സമയത്തിന് വിക്രമിന് സംശയം തോന്നിക്കൊണ്ട് തന്നെ വേഗം അവരുടെ പുറകെ അവിടെ നിന്നങ്ങ് ഓടിപ്പോകുന്നുട്ടോ വിക്രം. എന്നാൽ അവർ 2 പേരും നേരെ കയറി ചെല്ലുന്നത് രമ്യ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്കായിരിക്കും. വിക്രം തന്റെ പുറകിലൂടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ 2 പയ്യന്മാരും നേരെ ഡോറിന്റെ അവിടേക്ക് അങ്ങ് മാറി നിൽക്കും. എന്നാൽ ഈ സമയത്തൊക്കെ രമ്യ വീട്ടിൽ തനിച്ചായിരുന്നു. വിക്രം വീടിന്റെ അകത്തേക്ക് കയറിയതോടുകൂടി തന്നെ അവന്മാർ 2 പേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രം തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ നേരെ ഡാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് രമ്യനെ ആയിരിക്കട്ടെ കയറി പിടിക്കുന്നത്. എന്നാൽ ആരും വീട്ടിലില്ലാത്ത സമയത്തിന് വിക്രം ഓടി വന്നിട്ട് തന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രമ്യ ഇങ്ങനെ അലറി വിളിക്കാൻ തുടങ്ങും. അയ്യോ
രക്ഷിക്കണേ, ആരോ എന്നെ കടന്നു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രമ്യ വേഗം പുറത്തേക്ക് ഓടിയിട്ട് വിക്രത്തിനെ അതിൻ്റെ അകത്തേക്കാക്കിയിട്ട് അങ്ങ് കുറ്റിയിടും. മറ്റ് 2 പയ്യന്മാരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. അയ്യോ നാട്ടുകാരെ എല്ലാവരും ഒന്ന് ഓടി വരണേ, ആരോ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രമ്യ ഭയങ്കര കരച്ചിലായിരിക്കും. ആ ഒരു നിലവിളിയും ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ടോ. കമലമ്മയും മാഷും അതുപോലെ നാട്ടുകാരും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ രമ്യ ഈ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ രമ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല ആൻറ്റി, ഞാൻ വീടിനകത്ത് നിൽക്കുന്ന സമയത്തിന് ആരോ ഒരാൾ വന്നിട്ട് എന്നെ കടന്നു പിടിച്ചു. ഒരു വിധത്തിൽ ഞാൻ അയാളെ തള്ളി മാറ്റിക്കൊണ്ടതിന് അയാളെ ഉള്ളിലാക്കിയിട്ട് വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അന്നേരം കമലാമ്മ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും മോൾക്കൊന്നും പറ്റിയില്ലല്ലോ, മോൾ സമാധാനമായിരിക്കും, ഏതായാലും പോലീസ് ഇപ്പോൾ വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലാമ്മ അങ്ങനെ സമാധാനിപ്പിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോലീസുകാരെല്ലാം അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം അവിടെ നിന്നും വിലങ്ങിട്ടിട്ട് കൊണ്ടുവരുന്നത് വിക്രമിനെയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ എല്ലാവർക്കും അത് വല്ലാത്തൊരു ഷോക്കായിരിക്കും. അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ വിക്രമാണ് രമ്യനെ കടന്നു പിടിച്ചത് എന്ന കാര്യം. ഇത് കാണുന്ന സമയത്തിനെ കമലമ്മക്കും വേദക്കും അതുപോലെ മാഷിനും എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും. വിക്രം ഒരിക്കലും ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ മാത്രം തരം താഴ്ന്നു പോയിട്ടില്ല എന്ന കാര്യം വേദക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കമലമ്മക്കും വേദക്കും നല്ല വിശ്വാസമുണ്ടോ വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നും വിക്രമിനെ ആരോ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന കാര്യമൊക്കെ വേദക്കും കമലമ്മക്കും സംശയം തോന്നും. എന്നാൽ മാഷിനെ കളിയാക്കിക്കൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കണ്ടില്ലേ അച്ഛൻ മാഷായിട്ട് എന്താ കാര്യം, മോനിതാ പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധാകര മാഷിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കും. വിക്രം ഉള്ളിടത്ത് സുരക്ഷിതമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇത്ര കാലം, എന്നിട്ടിപ്പോൾ വിക്രം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നാട്ടുകാർ ഇങ്ങനെ ഓരോ കമൻസ് ഒക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ മാഷിനും കമലമ്മക്കും വേദക്കും ഒക്കെ വല്ലാതാവുന്നുണ്ട്. നന്ദിനി ഏതായാലും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കായിരിക്കും. വിക്രം പറയുന്നത്, ഇല്ല സർ, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് മിണ്ടാതിരിക്കടോ, നിന്നെ ഞാൻ കയ്യോടെ പിടിച്ചതല്ലേ, ഇനി ഏതായാലും നീ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കണ്ടെന്നൊക്കെ പറയാണ്. അല്ലടോ, നിന്റെ അടുത്തേക്ക് വരുന്ന സമയത്തിന് മദ്യത്തിന്റെ മണമുണ്ടല്ലോ, എന്ത് വീര്യം കൂടിയ സാധനമാണ് നീ അടിച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട്. അന്നേരം വിക്രം പറഞ്ഞിട്ട്, ഇല്ല സർ, ഞാൻ കുടിച്ചില്ല, ആരോ മദ്യം വന്നിട്ട് എന്റെ തലയിലൂടെ ഒഴിച്ചതാണെന്ന് പറയുന്ന സമയത്തിന് പോലീസുകാർ പറഞ്ഞിട്ട്, അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം, മദ്യത്തിന്റെ ഗന്ധം കാരണം നിന്റെ അടുത്ത് പോലും നിൽക്കാൻ കഴിയുന്നില്ലല്ലോടാ, എന്നിട്ട് നീ മുഖത്ത് നോക്കിയിട്ട് നുണ പറയുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ പോലീസുകാരങ്ങ് ദേഷ്യപ്പെടാണ് വിക്രത്തിനോട്. എന്നാൽ ഒന്നും അറിയാത്തതുപോലെ തന്നെ രമ്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യോ വിക്രം ചേട്ടനായിരുന്നോ, ചേട്ടനാണോ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രമ്യ ഭയങ്കര കരച്ചിലായിരിക്കും. എന്നാൽ ഇതും കൂടെ കേൾക്കുന്ന സമയത്തിന് കമലമ്മയുടെ നെഞ്ചങ്ങ് തകർന്നു പോവാണ്. കമലമ്മ ചോദിക്കുന്നൊരു, മോനെ നിനക്കിത് എന്ത് പറ്റി, നീ എന്താടായി ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ കമലമ്മയുടെ ആ ഒരു സങ്കടമെല്ലാം കാണുന്ന സമയത്തിന് രമ്യ പറഞ്ഞിട്ട്, അയ്യോ സർ, എനിക്ക് ആള് മാറിപ്പോയതാണ്, എനിക്ക് ഏതായാലും കേസില്ല എന്ന് പറയും. ഏകദേശം അവരുടെ ആ ഒരു പ്ലാൻ അനുസരിച്ച് കൊണ്ട് തന്നെ നാട്ടുകാരുടെ മുന്നിലെല്ലാം തന്നെ വിക്രം നാണം കെട്ടല്ലോ. അതിനുശേഷം തന്നെ ആയിരിക്കും രമ്യ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഏതായാലും രമ്യ പറയുന്നുണ്ട്, സാറേ എനിക്ക് കേസില്ല എന്ന് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്നെ വിക്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊരു കേസാക്കണം, ഇങ്ങനെയുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് 4 അടി കൊണ്ടാലങ്ങ് ശരിയാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സുധാകരൻ മാഷ് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ തന്റെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ ഭയങ്കര കരച്ചിലായിരിക്കും. വേദക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ വിക്രത്തിനെ, എന്തോ ചതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുമായിരിക്കട്ടെ വേദ. അങ്ങനെ പോലീസുകാർ ഏതായാലും നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് വിക്രത്തിന്റെ കോളറൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചയച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് കമലമ്മക്കും വേദക്കും ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഏതായാലും സാബു എസ്ഐന് ഭയങ്കര അങ്ങ് ദേഷ്യമായിരുന്നല്ലോ വിക്രത്തിനെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു ദേഷ്യമെല്ലാം തന്നെ വിക്രത്തിനോട് തീർത്തും കാണിക്കുന്നുണ്ട്. വിക്രത്തിനെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ അങ്ങനെ അടിച്ചൊതുക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ വേദക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വേദ ചോദിക്കുന്നത്, സർ വിക്രത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണം, അവന്റെ ഭാഗം കൂടി കേട്ടിട്ട് പോരെ സാറിന്റെ ഈ ഒരു പ്രതികാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ. ആ സമയത്തിന് പോലീസുകാരെ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഇതിലേതായാലും നീ എങ്ങനെ ജഡ്ജി ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയാണ് പോലീസുകാർ. എന്നിട്ട് പോലീസുകാരേതായാലും വിക്രത്തിനെ അവിടെ ഇട്ട് കുറച്ചൊക്കെ മർദ്ദിച്ചതിന് ശേഷം അവിടെ നിന്ന് പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മുൻപായിട്ട് തന്നെ രമ്യയോട് പറയുന്നതിനും, അതെ ഇത് നീ കേസാക്കണം, അതുകൊണ്ട് തന്നെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തരണം, അതോടൊപ്പം തന്നെ 5 സാക്ഷികളുടെ പേരെഴുതി ഒപ്പിടണമെന്നൊക്കെ പറയും. അങ്ങനെ വിക്രത്തിനെ അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ കമലമ്മയും വേദയൊക്കെ ഇങ്ങനെ നെഞ്ചത്തരിച്ച് കരയായിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിവരം അറിയുന്ന സമയത്തിന് രാധക്കും അത് വല്ലാത്ത സങ്കടമായിരിക്കും. മാഷ് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനൊരു മോനെയാണല്ലോ ഞാൻ ജന്മം നൽകിയത്, ഇപ്പതേ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച പ്രതിയുടെ അച്ഛൻ എന്ന പേരുകൂടി എനിക്ക് കിട്ടി, ഇനി ഇതിലും ഏതാ ഈ സുധാകരൻ മാഷിന് വേണ്ടത്. അങ്ങനെ നാട്ടുകാരുടെ മുന്നിലൊക്കെ അങ്ങനെ തൊലി ഉരിഞ്ഞു നിൽക്കുന്ന സമയത്തിന് അവിടെ നിന്നങ്ങ് മരിച്ചു പോയാൽ മതി എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ പറയാണ് മാഷ്.
അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ പറയണം, എത്രമാത്രം നന്നായിട്ട് നോക്കി വളർത്തിയതാണ് ഞാൻ ഇവരെയൊക്കെ. എന്നിട്ട് പോലും ഇവരൊക്കെ വളർത്തി വലുതാക്കിയതിന് ശേഷം ഇവരെ കൊണ്ട് എനിക്ക് കിട്ടുന്ന പേര് കണ്ടില്ലേ, ഇതുപോലെയൊക്കെയല്ലേ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം വേദ വിക്രത്തിനെ ന്യായീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിക്രത്തിന്റെ ഭാഗം കൂടി കേൾക്കാതെ എല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് വിക്രത്തിന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കണം. അന്നേരം മാഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ ആ കുട്ടിക്ക് അവിടെ നുണ പറയേണ്ട വല്ല കാര്യമുണ്ടോ, ആ കുട്ടി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് വിക്രം അങ്ങോട്ടേക്ക് കയറി ചെന്നത്, പിന്നെ അവനെ മദ്യത്തിന്റെ മണം നീയും കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്, വിക്രത്തിനെ നമുക്കറിയാവുന്നതല്ലേ, അവൻ നമ്മുടെ മോനല്ലേ എന്ന് ചോദിക്കും. അന്നേരം വേദ അങ്ങനെ വിക്രത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിക്രം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു സ്വഭാവം ഒരിക്കലും വിക്രത്തിനില്ല, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരൊക്കെ തന്നെയാണ്, എന്നിട്ട് പോലും എല്ലാ രാത്രിയും ഞാൻ കഴിഞ്ഞുകൂടുന്നത് വിക്രത്തിന്റെ മുറിയിലാണ്. വിക്രം ഇന്നേ വരെ എന്നോട് മോശ രീതിയിൽ പെരുമാറിയിട്ട് പോലും ഇല്ല, മോശമായിട്ടുള്ള ഒരു നോട്ടം പോലും വിക്രത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാട്ടോ വേദ. അതിനുശേഷം വേദ പറഞ്ഞിട്ട്, ഇനി എന്റെ കാര്യം പോട്ടേന്ന് വെക്കാം, രാധ ചെറുപ്പം തൊട്ടേ വിക്രത്തിന്റെ പുറകെ നടക്കുന്നവളല്ലേ, ഇന്നേ വരെ രാധയോടൊരു മോശ രീതിയിലൊന്നും വിക്രം പെരുമാറിയിട്ടില്ല, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാരോ മനഃപൂർവ്വം വിക്രത്തിനെ ചതിച്ചതാണ് അച്ഛാ, ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ വേദ തറപ്പിച്ച് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് ഒന്നും മിണ്ടുന്നില്ല. വിക്രം തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം വിക്രത്തിനെ ശിക്ഷിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറയുന്നത്, എന്തോ ആയിക്കോട്ടെ, അവൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവനെ പോലീസുകാർ ഇവിടെ നിന്ന് കൊണ്ടുപോയത്, അതുകൊണ്ട് അവനെ രക്ഷിക്കാനും അവനോട് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് അവന് കേസ് മാറ്റി ഇവിടെ നിന്നും ആരും എങ്ങോട്ടേക്കും പോയേക്കരുത് എന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, പറ്റില്ല മാഷെ, അങ്ങനെ വിക്രത്തിനെ ഒറ്റപ്പെടുത്താൻ ൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഞാൻ വിക്രത്തിനെ രക്ഷിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ വേദ മാഷിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. വേദക്ക് തന്റെ ചേട്ടൻ ശ്രീകാന്തിൽ ചില സംശയമുള്ളത് കൊണ്ട് തന്നെ വേദ അതേപറ്റി ചോദിക്കാൻ വേണ്ടി ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീയേട്ട, വിക്രത്തിനെ കൊല്ലുമെന്ന് നിങ്ങൾ വെല്ലുവിളിച്ചപ്പോൾ ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു, ശ്രീകാന്തേട്ടൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്, പക്ഷേ ഇതിന് പിന്നിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ, അത് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയായിരിക്കട്ടെ വേദ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കയ്യോങ്ങും. അന്നേരം വേദ പറഞ്ഞിട്ട്, അതെ, ഞങ്ങൾ രണ്ടുപേരും പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തേട്ടന് ഒരിക്കലും കഴിയില്ല എന്നറിയാം, അതുകൊണ്ട് ശ്രീകാന്തേട്ടൻ ഇങ്ങനൊരു നീച പ്രവൃത്തി ചെയ്തത് എന്നൊക്കെ പറയും. എന്നാൽ വേദയുടെ വാക്കെല്ലാം തന്നെ ജസ്റ്റിസ് ശങ്കരനാരായൺ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ശ്രീകാന്തിനിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട്. വേദക്ക് മനസ്സിലാവുന്നിട്ടോ ഇതിന്റെ പിന്നിൽ ഒരിക്കലും തന്റെ അച്ഛൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന കാര്യം. വിക്രം യാതൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ വേദ ഏതായാലും ദർശന്റെ സഹായത്തോടു കൂടി തന്നെ വിക്രത്തിനെ പുറത്തിറക്കുന്നുണ്ട്. വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ ഏതായാലും രമ്യ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട് രമ്യയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കട്ടെ വേദക്ക് രമ്യയെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. രമ്യ ഒരു മോഷണ കേസിൽ പ്രതിയാണെന്നും ആളത്ര നല്ല രീതിയിലൊന്നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ വേദക്ക് മനസ്സിലാവും. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പെൺകുട്ടിയാണ് രമ്യ എന്നും അവൾ ഇങ്ങോട്ടേക്ക് കരുതി കൂട്ടി തന്നെയാണ് വാടകയ്ക്ക് താമസിക്കാൻ വിക്രത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ വീടെടുത്ത് താമസിക്കുന്നത് എന്ന കാര്യമൊക്കെ വേദക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവൾക്ക് വാടകയ്ക്ക് വീട് കൊടുത്ത ആളോട് ഇവളെ പറ്റി അന്വേഷിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദ ആ ഒരു സത്യം കൂടി അറിയുന്നത്. അതായത് ഇവൾക്ക് ഈ വീട് തന്നെ വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. വെറും 2-3 ദിവസത്തേക്ക് മാത്രമായിട്ടാണ് രമ്യ ഇവിടെ താമസിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ വിക്രത്തിന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിന് മനഃപൂർവ്വം പെണ്ണ് കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ഇറക്കുമതി ചെയ്തതാണ് രമ്യനെ എന്ന സത്യമെല്ലാം വേദ മനസ്സിലാക്കും. രമ്യനെ പറ്റിയിട്ട് വീണ്ടും കൂടുതൽ അന്വേഷിക്കുന്ന സമയത്തായിരിക്കട്ടോ ഇതെല്ലാം ഏർപ്പാടാക്കിയത് ശ്രീകാന്തേട്ടനും അതുപോലെ തന്നെ ദർശന്റെ അച്ഛനും വിനായകനൊക്കെ ചേർന്നിട്ടാണ് എന്ന കാര്യമെല്ലാം തന്നെ വേദ കണ്ടുപിടിക്കുന്നത്. ദർശന്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ വേദ വീണ്ടും ആ ഒരു വക്കീൽ കോട്ടാണ് എന്നുണ്ടെന്ന് മാത്രമല്ല എല്ലാവിധ തെളിവോടുകൂടി തന്നെയായിരിക്കും വേദ വിക്രമിനെ പുറത്തിറക്കുന്നത്. വേദ വീണ്ടും വക്കീൽ കോട്ടാണ് എന്നത് കാണുന്ന സമയത്തിന് ജസ്റ്റിസ് ശങ്കരനാരായണന് ഭയങ്കര സന്തോഷമായിരിക്കും. ഏതായാലും പവിത്രത്തിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.